ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഇത്ര കാലം എതിർത്തത് എന്തിനായിരുന്നു? അല്ല, അത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കലല്ല ഇത്. അത് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുകയല്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതി അതുവഴി കേരള ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള വ്യവസ്ഥകൾ, ആ വ്യവസ്ഥകളിൽ ഏതെങ്കിലും സ്റ്റേറ്റിന് ദോഷം ചെയ്യുന്നതാണ്, നമുക്ക് നയപരമായി അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നുള്ളത് പരിശോധിക്കും. ഇവിടെ ജനങ്ങളുടെ ആവശ്യങ്ങളുണ്ട്. ഇപ്പം ഈ SSKയുടെ ഭാഗമായിട്ട് ധാരാളം അധ്യാപകരും മറ്റ് ജീവനക്കാരും ജോലി ചെയ്യുന്നത്. അവർക്ക് ശമ്പളം കിട്ടുന്നില്ല. അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ? BRC വഴി വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പരിഷ്കരണമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതല്ല, സ്റ്റേറ്റിൻ്റെ നയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? പാഠപുസ്തകങ്ങളുടെ കാര്യത്തിൽ സ്റ്റേറ്റല്ലേ തീരുമാനിക്കുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലെല്ലാം സ്റ്റേറ്റിന് പരമാവധി ഇടപെടാനും ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അതെല്ലാം ശരിയായ നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ഈ കരാർ വഴി അത്തരത്തിലുള്ള നടപടികൾക്കൊന്നും ഒരു കാരണവശാലും തടസ്സം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ കരാറിലെ വ്യവസ്ഥകൾ പരിശോധിക്കട്ടെ. പരിശോധിച്ചതിന് ശേഷം തുടർ നിലപാട് എന്ത് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കാം.